ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2024 ആദ്യത്തെ കൃഷ്ണപക്ഷ ഷഷ്ടിയാണ് ഇന്ന് ചൊവ്വാഴ്ച ജാനുവരി 2 അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം നിങ്ങൾ നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനയിൽ ഭഗവാൻ വേലായുധ സ്വാമിയെ ഉൾപ്പെടുത്തണം. ഓം ശരവണായ ഭവ എന്ന് 108 തവണ ജപിക്കുന്നത് എല്ലാവിധത്തിലുള്ള ജാതക ദോഷങ്ങളും അകറ്റുന്നതിന് വളരെ നല്ലതാണ്. നമ്മുടെ മുൻജന്മ പാപങ്ങൾ മൂലം നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നതിന് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു മാസം 2 ഷഷ്ടികളാണ് വരുന്നത്. ഏകാദശി വരുന്നത് പോലെ തന്നെ ഒന്ന് കൃഷ്ണപക്ഷ ഷഷ്ടിയും 2 ശുക്ലപക്ഷ ഷഷ്ടിയും. അതിൽ കൂടുതൽ പ്രാധാന്യമെന്ന് പറയുന്നത് ശുക്ലപക്ഷ ഷഷ്ടിയാണ്. അങ്ങനെ രണ്ടും പ്രാധാന്യം തന്നെ, എങ്കിലും കൂടുതലായി നമ്മൾ പ്രാധാന്യമായി എടുക്കുന്നത് ശുക്ലപക്ഷ ഷഷ്ടിയാണ്. കൃഷ്ണപക്ഷ ഷഷ്ടിയും ഒട്ടും മോശമല്ല, അത് ഇന്നത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കന്ദഷഷ്ടി വ്രതം എടുത്ത് വരുന്നവരെല്ലാവരും ഈ 2 ഷഷ്ടികളും പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ ആചരിക്കണം. അതുകൊണ്ട് നമുക്ക് ഷഷ്ടി വ്രതമായിട്ട് എടുക്കുന്നത് ശുക്ലപക്ഷ ഷഷ്ടി എടുത്താൽ മതി. എന്നാലും ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ വിളിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഓം ശരവണായ ഭവയെന്ന് 108 തവണ ജപിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ജപിക്കുക. അല്ലെങ്കിൽ ഓം മുരുകായ നമയെന്നോ അല്ലെങ്കിൽ ഓം സുബ്രഹ്മണ്യായ നമയെന്നോ ഒക്കെ ജപിക്കുക. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നാമങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതൊക്കെ ജപിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. കാരണം ഇനിയുള്ള തലമുറകൾക്ക് നല്ലത് ഉണ്ടാകുന്നതിന് വേണ്ടി, അതായത് മക്കൾക്കൊക്കെ നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ജാതക ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടും മുൻജന്മ പാപങ്ങൾ അത് നമ്മളെ ഈ ജന്മത്തിലും പിന്തുടരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും, അതായത് മൊത്തത്തിൽ നമുക്ക് ഒരു ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഭഗവാൻ വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം മഹാജ്യോതിഷിയാണ്. നമ്മുടെ തലയിലെഴുത്ത് പോലും മാറ്റി എഴുതാൻ പ്രാപ്തിയുള്ളവനാണ് ആരെന്ന് പറയുന്നത് വേലായുധ സ്വാമി. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി ഇന്നത്തെ ദിവസം ഭഗവാൻ വേലായുധ സ്വാമിയെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും ഭഗവാൻ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിന്. അക്കൂട്ടത്തിൽ അച്ഛനായ മഹാദേവനെയും അമ്മയായ ശ്രീ പാർവതിയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഇന്ന് ചൊവ്വാഴ്ചയും കൂടി ആയതുകൊണ്ട് വളരെ വിശേഷമാണ്. എല്ലാവരും ഇന്നത്തെ ദിവസത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ വേലായുധ സ്വാമിയെ ഓർക്കുക. ഇനി സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? വേലായുധ സ്വാമിയെ വിളിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. പകൽ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം ഭഗവാനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇത്രയാണ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത്. വെറ്റില ദീപം കത്തിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഭഗവാനെ എന്തു തന്നെയായാലും ഇന്നത്തെ ദിവസം ഭഗവാനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നിത്യജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാക്കുന്നതിന് സാധിക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പരശുരാമാവതാരം വരെ ദശാവതാരങ്ങളിൽ ഇട്ടിരുന്നു. ഒരുപാട് ആളുകളൊന്നും അത് കണ്ടിട്ടില്ല, കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി കാണണം. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ പല അവതാരങ്ങളിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുന്നതിന് വളരെ നല്ലതാണ്. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ വാമനാവതാരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പല തെറ്റിദ്ധാരണകളും വെച്ച് പുലർത്തി മുമ്പോട്ട് പോകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതിന് അത് കേൾക്കുന്നത് വളരെ നല്ലതാണ്. കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് പോയി കേൾക്കുക. ഞാൻ പ്ലേലിസ്റ്റിൽ ദശാവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഫോൾഡറാക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാഭാരതത്തിൻ്റെ 2ാമത്തെ ഭാഗം, അതായത് ധൃതരാഷ്ട്രവും പാണ്ഡുവും ഒക്കെ അവരുടെ ജനനം, ആ ഭാഗവും അംബാലികമാരെ ഭീഷ്മ പിതാമഹൻ തട്ടിക്കൊണ്ട് പോകുന്നതും ഒക്കെ ഉള്ള ഭാഗങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. വളരെ വളരെ കുറച്ച് ആളുകളെ അത് കേട്ടിട്ടുള്ളൂ. നിങ്ങളത് കേൾക്കണം. ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. കാരണം ഈ സമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മതത്തിൽപ്പെട്ട, അതായത് ഹിന്ദു മതവിശ്വാസികളെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം നമുക്ക് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളുടെ ഇതുപോലുള്ള ഇതിഹാസങ്ങളെ പറ്റി ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയില്ല, അല്ലെങ്കിൽ അവരോട് അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണമെങ്കിൽ അത്യാവശ്യം ഒരു ബേസിക് നോളജെങ്കിലും നമുക്കുണ്ടാകണം. കാരണം ഒരു 5-10 മിനിറ്റ് നേരത്തെ ഒരു വീഡിയോയേ ഉള്ളൂ. അത് നിങ്ങൾ കേൾക്കുക. അതിനുശേഷം നിങ്ങളുടെ കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കുക, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. കാരണം ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വളരെ അത്യാവശ്യമാണ്. നമ്മൾ എന്നും പത്രത്തിലും അവിടെ എവിടെയൊക്കെ ഓരോ കാര്യങ്ങൾ കേൾക്കുന്നല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ജീവിതക്രമത്തെ മാറ്റം
മാറ്റം വരുത്തുന്നതിനും നമ്മുടെ കുട്ടികൾ നന്നായി പോകുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കുറച്ച് സമയം കിട്ടുന്ന സമയത്ത് അതൊക്കെ ഒന്ന് കേൾക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയൊക്കെ പുസ്തകങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ കഥകൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളെങ്കിലും പറഞ്ഞവർക്ക് കൊടുക്കണം. കാരണം ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഞാൻ മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത്, നമ്മളുടെ അടിസ്ഥാനപരമായ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിൽ ഒരാൺകുട്ടിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരാൺകുട്ടിയുണ്ട്. ആ കുട്ടിക്ക് അല്പം പെൺപിള്ളാരുടെ കൂടെ പഞ്ചാര അടിച്ച് നടക്കുന്ന ഒരു ആൺകുട്ടിയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? അവൻ ഗോപാലനാണ്, അല്ലെങ്കിൽ അവൻ കൃഷ്ണനാണ്, കൃഷ്ണൻ അങ്ങനെ നടക്കുന്നവനായിരുന്നോ? അപ്പോൾ അത് നമ്മൾ തന്നെയാണ് ഭഗവാനെ അങ്ങനെ നമ്മൾ കളിയാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഭഗവാൻ എന്താണ് ചെയ്തതെന്ന് കൃത്യമായ ഒരു ബോധമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞ് ഭഗവാനെ ഈ കലിയുഗത്തിൽ ആക്ഷേപിക്കുന്നത്. ഇതൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ വരെ നിന്ദിക്കും. ഭഗവാനെ അറിയാതെയാണ് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അങ്ങനെ ഭഗവാന് 16,000 ഭാര്യമാരുണ്ടെന്നോ, അതല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെ സ്ത്രീകളുടെ പുറകിൽ നടക്കുകയായിരുന്നെന്നോ, അതൊന്നും അതിൻ്റെ സാരാംശം കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി എന്താണ് ശരിയായ ധർമ്മം, അല്ലെങ്കിൽ എന്താണ് ശരിയായ ഈശ്വരൻ എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മുടെ വായിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മളുടെ അടിസ്ഥാനപരമായ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് കുറേശ്ശെ ഞാൻ കഥയായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കേൾക്കുക. നമ്മൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്. ഭഗവാൻ എന്താണ് എന്ന് കുറച്ചെങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഭഗവാനെ പൂർണ്ണമായും അറിയാൻ നമുക്ക് ആർക്കും പറ്റില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അതാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ധ്യാസമയത്തെ പ്രാർത്ഥന നിങ്ങൾ മറക്കരുത്. വേലായുധ സ്വാമിയെയും വിഘ്നേശ്വരനെയും ഭഗവാൻ മഹാദേവനെയും അമ്മ പാർവതി ദേവിയെയും വിളിച്ച് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ഓം ശരവണായ ഭവ എന്നുള്ള മന്ത്രം നിങ്ങൾ 108 തവണ ജപിക്കാൻ ശ്രമിക്കുക. പരമാവധി സമയങ്ങൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.